രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളും MG മോട്ടോഴ്സ് ഇന്ത്യയും തമ്മിൽ കൈകോർത്തിരിക്കുന്നു എന്നൊരു വാർത്ത ആദ്യം പറഞ്ഞ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് MG മോട്ടോഴ്സിൻ്റെ 1924 മുതലുള്ള ലെഗസിയെ നിലനിർത്തി അവർ വാഹന വിപണിയിലേക്ക് ഇറക്കിയ ഒരു സ്പോർട്സ് കാറിനെ പരിചയപ്പെടുത്താനാണ്. അതാണ് MG മോട്ടോഴ്സ് ഇന്ത്യയുടെ സൈബർസ്റ്റർ എന്ന് പറയുന്ന മോഡൽ. ശരിക്കും MG മോട്ടോഴ്സ് ഇന്ത്യയുടെ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് ശരിക്കും MG മോട്ടോഴ്സിൻ്റെ സൈബർസ്റ്റർ എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ MG മോട്ടോഴ്സിൻ്റെ സ്പോർട്സ് കാറാണ്, ഫുള്ളി ഇലക്ട്രിക് ആണ്, 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്, 2 മോട്ടോർ സിസ്റ്റത്തിലും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഫുള്ളി ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഇതിനെ ബിൽഡ് ചെയ്തേക്കണേ എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ഉണ്ട്. കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MG മോട്ടോഴ്സിൻ്റെ റോഡ്സ്റ്റർ ലെഗസിയെ അതേപോലെ തന്നെ ഇത് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാം. നീണ്ട ഹുഡ് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു സ്പോർട്സ് കാറിനെ നിലനിർത്തുന്നു. നല്ല രസകരമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയും. ശരിക്കും ആ ഒരു 3 ഡോട്ടഡ് അല്ലേ, ശരിക്കും 4 ഡോട്ടഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ നല്ല രസമുണ്ടല്ലോ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാൻ. അപ്പോൾ തന്നെ ധാരാളം ഇൻടേക്കുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻടേക്ക് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ആക്ച്വലി ഇതൊരു ഇൻടേക്ക് അല്ല, ഒരു ഡിസൈൻ, ആ ഒരു ലിപ്പ് ഡിസൈൻ മാത്രമാണെന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ ശരിക്കും നമ്മളൊരു പഗാനിയിലും അതേപോലെയൊക്കെ കണ്ട ഒരു ടച്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ടോയിങ് ഹുക്കിൻ്റെ ഭാഗം, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MGയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ബമ്പറൊക്കെ അത്യാവശ്യം നന്നായി വർക്ക് ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ആ ഒരു ലിപ്പ് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ആ ഒരു T ഷേപ്പിടൊക്കെ കൊണ്ടുവന്നേക്കുന്നത് നല്ല രസമുണ്ട്. ഒരു ഗ്രീൻ നമ്പർ പ്ലേറ്റ് കൊടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഫുൾ ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് എന്നുള്ളതുകൊണ്ടാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ 20 ഇഞ്ച് വീലുകൾ കാണാം. ശരിക്കും ആ ഒരു വീൽ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഒരു ബ്ലാക്ക്, അതുപോലെ തന്നെ ആ ഒരു സിൽവർ ടച്ചിൽ കൊടുത്തേക്കുന്ന റെഡ് MG ബ്രേക്ക് കാലിപ്പേഴ്സിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതൊരു ശരിക്കും എയർ ഇൻടേക്ക് പോലത്തെ ഒരു ഡിസൈനാണ്. യെസ്, ഇറ്റ്സ് ആൻ എയർ ഇൻടേക്ക് അതരത്തിലാണ് കൊടുത്തുള്ളത്. അതിലും ഒരു ആരോ പാറ്റേൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിയറിലും നമുക്കൊരു ആരോ പാറ്റേൺ കാണാം. അതിലേക്ക് ഞാൻ വരാം. 360 ഡിഗ്രി ക്യാമറ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു മറ്റു വാഹനങ്ങളൊക്കെ കണ്ടുപോലെ തന്നെ സൈഡിലേക്ക് കയറി നിൽക്കുന്ന പോലെയാണ് സൈഡ് വ്യൂ മിററിനെ ക്രമീകരിച്ചുള്ള. ലിപ്പ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്തും അതുപോലെ തന്നെ ഒരു റെഡ് എലമെൻറ്റിനകത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 100th ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് MGയുടെ 100th ആനിവേഴ്സറി ആട്ടോ. അതായത് ഇപ്പം 1924 സ്റ്റാർട്ട് ചെയ്തിട്ട് 2024 ആകുമ്പോഴേക്ക് 100 വർഷം MG മോട്ടോഴ്സ് വാഹന വിപണിയിൽ തികച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കിയാൽ ബ്യൂട്ടിഫുൾ എന്ന് പറയേണ്ടി വരും. ശരിക്കും ഒരു ആരോ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഏത് ഭാഗത്തേക്കാണ് തിരിയുന്നത് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ ആണോ തോന്നുന്നു. അപ്പോൾ തന്നെ സൈബർസ്റ്റർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഈ ബ്ലാക്ക് ഇത് ശരിക്കും ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ബട്ടനാണ്. അപ്പോൾ അതിനോട് ക്യാമറയുണ്ട്, റിവേഴ്സ് ക്യാമറ യൂണിറ്റ്. അപ്പോൾ തന്നെ ബമ്പർ യൂണിറ്റ് നോക്കിയാൽ ആ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു T ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്കിനകത്തേക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സോസ് പൈപ്പ് ഇല്ല, കാരണം ഇലക്ട്രിക് ആണല്ലോ, അതുകൊണ്ടാണ്. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. ആ ഒരു ടോപ്പ് ഭാഗം മാത്രം ഓപ്പൺ ആയിട്ട് വരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. താഴ്ഭാഗത്ത് നമ്മുടെ സ്റ്റെപ്പിന് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീലിന് നമ്മുടെ എവിടെയും കാണാനില്ല എന്നുള്ളതാണ്. ഓക്കെയാണ്, ഒരു ഓക്കെ സ്പേസ്. ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് സ്ട്രിട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാനുവലി ഓപ്പൺ ചെയ്ത് മാനുവലി തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തത്. MG എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ബാക്കിൽ എവിടെയും കാണുന്നില്ല, പകരം അത് ഇങ്ങോട്ട് മാറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുണ്ടാവും അവിടെ ആയിരിക്കും. ഈ ഒരു ബ്ലാക്ക് എലമെൻ്റൊക്കെ നല്ല രസമുണ്ടല്ലേ, കുറച്ചും കൂടി അതൊന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇതൊരു കൺവേർട്ടബിൾ ആണ് എന്നുള്ളത്. കാരണം ചില റൂഫ് അവിടെ കാണാത്തതുകൊണ്ട് ഒരു സോഫ്റ്റ് ടോപ്പ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഞാൻ കാണിക്കാം. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഡോറാണ്. ഡോർ ഇവിടെ നമുക്കൊരു സെൻസർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവുന്ന സമയത്ത് ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതൊരു ബട്ടർഫ്ലൈ ഡോറുകളാണ് എന്നുള്ളതാണ്. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ തരത്തിലാണ്. ഇത് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത് ക്രമീകരിച്ചിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോർ ഹാൻഡിലുകളല്ല, പകരം ഇവിടെ ഒരു കൺട്രോൾ ബട്ടൺ യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും എന്നതാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു ഇൻറ്റീരിയർ തീമാണ്. അൽക്കണ്ടാറ മെറ്റീരിയൽ ആണെങ്കിൽ പോലും ആ ഒരു ബ്രൗൺ ഒരു കോഫി ബ്രൗൺ കളർ തീമിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ലെതർ മെറ്റീരിയലാണ്, എന്നാൽ ഇതൊരു പ്ലാസ്റ്റിക്കാണ് ക്രമീകരിച്ചുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കളർ ചേഞ്ച് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കണ്ണുകൊണ്ട് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മളെ ഡോർ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൻ്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അത് അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിനാണ്. അല്ലാതെയും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, മെമ്മറി ഫംഗ്ഷൻസ്, ഡോർ ലോക്ക് ആൻഡ് ലോക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മ്യൂസിക് സിസ്റ്റം, ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ക്രമീകരിച്ചുള്ളത്. ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസിനെയും ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ അത് കാണുള്ളൂ എന്നുള്ള വേറൊരു കാര്യം. ഇനി നമ്മൾ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോർട്ടി സീറ്റുകളാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് അല്ല, അത് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തേക്കുന്ന ഹെഡ് റെസ്റ്റ് ആണ്. ഒരു പിയാനോ ബ്ലാക്ക് തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. സീറ്റ് ബെൽറ്റ് ബാക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടോ, അത് ഡോറിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, സ്റ്റിയറിംഗ് വീല് ഒരു ഡി ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് സൂപ്പർ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ സ്റ്റിയറിംഗിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊരു ലോഞ്ച് കൺട്രോൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് തോന്നുന്നു. അതുപോലെ ഈ ഒരു ബട്ടൺ നോക്കിയാൽ ഇത് നല്ല രസമുള്ളതാണ്. ആ ഒരു റൗണ്ട് ഷേപ്പ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. MGയുടെ ഒരു ലോഗോ കാണാം. വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഞാൻ ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇൻ്റർനാഷണൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റീജനറേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ ഒരു വൈഡ്, ശരിക്കും നമ്മളൊരു ഗെയിമിംഗ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ്. 3 ഭാഗമായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഇതിലുള്ള ലെറ്റേഴ്സൊക്കെ ഇപ്പോൾ ചൈനീസ് ഭാഷയിലാട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ഇവിടെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഇവിടെ കണ്ട ഒരു ചൈനീസ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കാണാം. RPM മീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നല്ല ഭംഗിയുണ്ട്. നൈസ്, നല്ല രസമുണ്ടല്ലോ ഇതിങ്ങനെ പ്ലേസ് ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി നൈസ് ആയിരിക്കും. അതായത് പല കാര്യങ്ങളും ഇപ്പം 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണിക്കണമെങ്കിൽ അത് കാണിക്കാം. RPM മീറ്ററും സ്പീഡോമീറ്ററും സെൻട്രൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. മറ്റ് ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ അതിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു കാര്യം എനിക്കിതിനകത്ത് തോന്നി. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം. സ്റ്റിയറിംഗ് വീല് കുറച്ചും കൂടി ഒരു സ്പോർട്ടിയാണ്. അതുപോലെ തന്നെ പൊസിഷനും കാര്യങ്ങളൊക്കെ നൈസാണ്. നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ അത് പൊസിഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് കോക്പിറ്റാണ്. ഇവിടെ ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണാം. ഇതിനകത്ത് പ്രധാനമായിട്ടും AC വെൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഗിയർ സിസ്റ്റം വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. പാർക്ക് ബ്രേക്ക്, അതുപോലെ തന്നെ R&D തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ശരിക്കും എവിടെ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാം. ഇങ്ങോട്ട് നോക്കിക്കോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ആ ഡോർ ഓപ്പൺ ആയി എന്നുള്ളതാണ്. അത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ വേറൊരാൾ വന്നിട്ട് നമുക്ക് തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ അകത്തുനിന്ന് തന്നെ തുറന്നു കൊടുക്കാം. ഈവൻ ഇറ്റ്സ് എ ബട്ടർഫ്ലൈ ഡോർസ്, അങ്ങനെയാണ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ഇതൊരു മാർബിൾ മെറ്റീരിയൽ പോലെ തോന്നുന്നു. ഇവിടെ ബേഴ്സറീസിൻ്റെ ലോഗോ തോന്നും. ഇത് ലോഗോ അല്ല, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു ബട്ടൺ ഇതാണ് ശരിക്കും റൂഫിനെ ക്ലോസ് ചെയ്യാനും ഇതാക്കാനുള്ള ബട്ടൺ. അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഇവിടെയാണ് നമ്മുടെ റിയർ വ്യൂ മിറർ. ഇത് മാനുവലാണ്. ഇത്രയും ലക്ഷറിയസ് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് മാനുവൽ കൊടുത്ത് അത് ഓട്ടോമാറ്റിക് ആക്കാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതിനെന്നുള്ളതാണ്. ഇവിടെ എല്ലാം ലെതറാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ റാപ്പ് ചെയ്തേക്കുന്നത് ലെതറിലാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കാണാം. ഇതെല്ലാം ലെതർ റാപ്പിഡായിട്ട് കൊടുത്തേക്കുന്നത് കുറച്ചും കൂടി അതിൻ്റെ ഒരു ക്വാളിറ്റീനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഈ റൂഫ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. ഓക്കെ, റെഡി. അതാ റൂഫ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. സോഫ്റ്റ് ഓഫ് മെറ്റീരിയലാണ് വരുന്നത്. ഇനി നമുക്ക് വിൻഡോ ഒക്കെ അപ്പ് ചെയ്തിട്ട് സാധാരണഗതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സിമ്പിൾ. ഓക്കെ, ദിസ് ഈസ് നൈസ് ആക്ച്വലി. സംഭവം കൊള്ളാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. കാരണം ഫുള്ളി ലെതർ റാപ്പിഡാണ്. അതേപോലെ തന്നെ അത്യാവശ്യം പ്രീമിയം ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ. അതിൻ്റെ എല്ലാ ഗുണങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഫ്രണ്ടിൽ നമ്മളൊരു കാര്യം കൂടി കാണിക്കാനുണ്ടായിരുന്നു. അതായത് ഇതാണ് ശരിക്കും നമ്മളൊരു ഫ്രണ്ട് സ്പേസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ അതിനകത്ത് അങ്ങനെ കൂടുതൽ സൈബർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വാഷർ ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഇങ്ങനെയാണ് ഇത് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സ്പേസ് എക്സ്പെക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തെറ്റാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിനകത്ത് 2 ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. 77 kWh ഒരു ബാറ്ററിയും 64 kWh ഒരു ബാറ്ററിയും. 74ലേക്ക് വരുന്ന സമയത്ത് 580 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം. 64ലേക്ക് വരുന്ന സമയത്ത് 530 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുക. 2 തരത്തിലുണ്ടെന്ന് പറയുന്ന സമയത്ത് മോട്ടോറിൻ്റെ കാര്യത്തിലും വ്യത്യസ്തതയുണ്ട്. 77 kWh ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 മോട്ടോറുകൾ വരും. 2 വീൽ ആക്സിലിനകത്തും 2 മോട്ടോറുകൾ വരുന്നു. അതേപോലെ 64 സിംഗിൾ മോട്ടോറായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. 77 kWh വാഹനം 530 ഹോഴ്സ് പവറും 723 ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. 64 ആവുന്ന സമയത്ത് അത് 308 ഹോഴ്സ് പവറാണ് എന്നുള്ളതാണ്. നിലവിൽ ഇതിൽ എത്ര രൂപ വരും എന്നുള്ള കാര്യം MG മോട്ടോഴ്സ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 50 മുതൽ 80 വരെയുള്ള ഒരു പ്രൈസ് ബഡ്ജറ്റിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എക്സ്ഷോറൂം പ്രൈസ് എങ്ങനെയാവും എന്നുള്ളത് ഫർദർ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ MG മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന്, അതായത് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ദിവസം വലിയൊരു സ്റ്റെപ്പാണ്. ഇന്ത്യയിലെ
ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ മേക്കേഴ്സ് ആയിട്ടുള്ള JSWയും അതുപോലെ തന്നെ MG മോട്ടോഴ്സ് ഇന്ത്യയും തമ്മിൽ കൈകോർത്തിരിക്കുകയാണ്. MG മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചേഞ്ചാണ് അതെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇനി മുതൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ MG മോട്ടോഴ്സ് ഇന്ത്യ അറിയപ്പെടുന്നത് JSW MG മോട്ടോഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ MG മോട്ടോഴ്സ് ശരിക്കും ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.